വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല. ജനങ്ങൾ ഇതുപോലെ തെരുവിലിറങ്ങുമ്പോൾ സ്വന്തം കസേര തെറിക്കുമെന്ന് മോദിക്ക് ഉറപ്പാണ്. പക്ഷേ മോദിയുടെ അവസ്ഥ ഇപ്പോൾ ഒരു ചതിക്കുഴിയിൽ വീണതുപോലെയാണ്. സ്വന്തം കസേര സംരക്ഷിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം. പക്ഷേ തന്നെ അടക്കം പ്രധാനമന്ത്രി പദത്തിലെത്തിച്ച RSSന്റെ പ്രമുഖ നേതാവായ ധർമ്മേന്ദ്ര പ്രധാനെ തൊടാൻ മോദിക്ക് സാധിക്കുന്നില്ല. അത്രയ്ക്ക് ശക്തമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ RSS ബന്ധം. മാത്രവുമല്ല, മോദിയാണെങ്കിൽ പഴയതുപോലെ RSS ആയി അത്ര നല്ല അടുപ്പത്തിലുമല്ല. അങ്ങനെ പ്രധാനമന്ത്രി ആകെ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിലാണ്. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാൻ മോദിയെ ഭയപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങൾ ഇതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വെറും ഒരു BJP നേതാവ് മാത്രമല്ല, അദ്ദേഹം RSSന്റെ ഉറച്ച പ്രചാരകനാണ്. ബജ്രംഗ് ദളിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്ന അദ്ദേഹത്തിന് സംഘപരിവാർ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒഡീഷയിൽ മിഷണറി ഗ്രഹാം സ്റ്റെയിൻ വധക്കേസിലെ മുഖ്യപ്രതിയായ ധരം സിംഗിനെ ജയിലിൽ നിന്ന് വിട്ടയക്കാൻ നിലവിലെ ഒഡീഷ സർക്കാർ തീരുമാനിച്ചത് പോലും അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലമാണെന്ന് വ്യക്തമാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും കണ്ണിലുണ്ണി എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രമേൽ ശക്തനാണ് ധർമ്മേന്ദ്ര പ്രധാൻ. മാത്രമല്ല, പ്രമുഖ മാധ്യമമായ കാരവൻ അദ്ദേഹത്തെ BJPയുടെ ഏറ്റവും വലിയ ഫണ്ട് കളക്ടർ എന്നാണ് വിശേഷിപ്പിച്ചത്. പെട്രോളിയം മന്ത്രിയായിരുന്ന കാലത്ത് ONGC വഴി 650 കോടി രൂപ സംഘപരിവാർ സ്ഥാപനങ്ങൾക്ക് നൽകാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. അതായത് സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അടിത്തറ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. BJP വളരെ കാലമായി ലക്ഷ്യപ്പെട്ടിരുന്ന ഒഡീഷയിലും ബംഗാളിലും അധികാരം പിടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ബിജു ജനതാദളിന്റെ വൻ കോട്ട തകർത്ത് ഒഡീഷയിൽ BJPക്ക് ചരിത്രപരമായ വിജയം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുന്നതിൽ ഒഡീഷയിൽ നിന്നുള്ള ഈ കൂറ്റൻ വിജയം വൻ തുണയായിട്ടുണ്ട്. ഈ വിജയങ്ങളുടെ എല്ലാം പ്രധാന ശില്പി ധർമ്മേന്ദ്ര പ്രധാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൈയൊഴിയാൻ മോദിക്കോ RSS നേതൃത്വത്തിനോ സാധിക്കില്ല. രാജ്യം മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ തല ഉരുളണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സംഘപരിവാറിന്റെ സാമ്പത്തിക രാഷ്ട്രീയ അടിത്തറയായ ധർമ്മേന്ദ്ര പ്രധാനെ തൊട്ടാൽ തന്റെ കസേര തന്നെ തീർക്കുമെന്ന ഭയത്താൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണമായും നിസ്സഹായനായി നിൽക്കുകയാണ്.